യേശു അനുഗ്രഹത്തിന് എതിരല്ല. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ അവിടെ ശാപം മാറും, നീ അനുഗ്രഹിക്കപ്പെടും, ശൂന്യത മാറും, സമൃദ്ധി ഉണ്ടാവും. യേശു ഗലീല തീരത്തെത്തി. 2 പടക് അവിടെ അടുത്ത് കിടപ്പുണ്ട്. അതിൽ ശീമോനുള്ള പടകിലേക്ക് യേശു കയറിയിട്ട് പറഞ്ഞു, അല്പം ആഴത്തിലേക്ക് നീക്കാൻ പറഞ്ഞു. പടക് അല്പം ആഴത്തിലേക്ക് നീക്കി യേശു പ്രസംഗിച്ചിട്ട് ശീമോനൊരു കാര്യം പറയാം. ലൂക്ക് ചാപ്റ്റർ 5:4. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. ആമേൻ. ലോഞ്ച് ഔട്ട് ഇൻടു ദ ഡീപ്. ആമേൻ. ആഴത്തിലേക്ക് നീക്കി എന്തിറക്ക? വലയിറക്കിയപ്പോൾ എന്താ കിട്ടിയത്? അപ്പം ഉത്തരം കേട്ടോണം. കർത്താവ് പറയുമ്പോൾ ശീമോൻ പറയാം, രാത്രി മൊത്തവും ഞങ്ങൾ അധ്വാനിച്ചു. We toiled all night, but couldn't get nothing. ഒന്നും കിട്ടിയില്ല, അല്ലേ? രാത്രി മൊത്തവും ഞങ്ങൾ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. അടുത്ത ഫലം ശ്രദ്ധിച്ചേ. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ എങ്കിലും ഇന്നലെ രാത്രി ഒന്നും കിട്ടിയില്ല, പക്ഷേ അങ്ങ് പറഞ്ഞ വാക്കിൽ ഞാൻ ഇറക്കിയപ്പോൾ 6 വാക്യം വായിച്ചു. 6 വാക്യം. അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം പെരുത്ത മീൻകൂട്ടം വല കീറാറായി എന്ന് പറഞ്ഞത് പൊട്ടാറായി. ഏഴാം വാക്യം വേഗത്തിൽ. അവർ മറ്റ് പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. ആമേൻ. തൊട്ടപ്പുറത്തെ ബോട്ടുകാർ, സെബദി മക്കളുടെ ബോട്ട്, അവരുടെ സ്നേഹിതരാ. പെട്ടെന്ന് കൈവിട്ട് വിളിച്ചു, ഓടി വാ, പടകെടുത്തോണ്ടോ, വള്ളം എടുത്തോണ്ട് വാ, വലയെടുത്തോണ്ട് വാ. മാടി വിളിച്ചു. അവർ വന്ന് വള്ളം 2 മുങ്ങുമാറോളം നിറച്ചു. 8ാം വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. 9ാം വാക്യം. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവരോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. അവർക്കെല്ലാവർക്കും സംഭ്രമം. വേറെ ട്രാൻസ്ലേഷൻ, തങ്ങൾ പിടിച്ച മീനുകളുടെ അളവ് കണ്ടിട്ട് മീൻപിടുത്തക്കാർ അത്ഭുത സ്തംഭിതരായി. വേറെ ട്രാൻസ്ലേഷൻ, തങ്ങൾ നടത്തിയ മീൻപിടുത്തത്തെ പറ്റി വിസ്മയഭരിതരായി. Praise God. They were astonished, they were surprised, they were shocked. They were amazed. അവർ ഞെട്ടിപ്പോയി, അവർ അത്ഭുതപ്പെട്ടു പോയി. ജീവിതത്തിൽ ഇങ്ങനൊരു മീൻപിടുത്തം ഞങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുമില്ല, ഞങ്ങൾ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല, അനുഭവിച്ചിട്ടുമില്ല. Praise God. എന്താ അവിടെ കാണുന്നത്? നോക്കാൻ. സമൃദ്ധി. എല്ലാവരും പറഞ്ഞ സമൃദ്ധി. യേശു വരുന്നിടത്ത് എന്തുണ്ട്? സമൃദ്ധിയുണ്ട്. യേശു വരുന്നിടത്ത് എന്തുണ്ട്? യേശു ആ പടകിൽ കയറിയപ്പോൾ പടകിന് ശൂന്യതയായിരുന്നു. പടകിനകത്ത് എന്തായിരുന്നു? ശൂന്യതയായിരുന്നു. പക്ഷെ യേശു പടകിൽ കയറിയപ്പോൾ എന്ത് സംഭവിച്ചത്? സമൃദ്ധി വെളിപ്പെട്ടു. എല്ലാവരും പറഞ്ഞ സമൃദ്ധി. ഇത് കണ്ടിട്ട് അവർ അത്ഭുതപ്പെട്ട് കാൽക്കൽ വീണു. ആരുടെ കാൽക്കൽ? കർത്താവിന്റെ കാൽക്കൽ വീണു. Praise God. അതിന് അടുത്ത വാക്യമുണ്ട്. ഇത് കണ്ടിട്ട് കാൽക്കൽ വീണ് ശീമോന്റെ കൂട്ടാളിയായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കളും അവണ്ണം തന്നെ യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യനെ പിടിക്കുന്നവനാകും എന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരക്കടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. സകലതും വിട്ട് ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ആ പടകിനകത്തൊരു സമൃദ്ധി യേശു കൽപ്പിച്ചു. ഹല്ലേലൂയ. എന്തിനാ കർത്താവ് നിന്നെ സമൃദ്ധിയെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നത്? നീ സമ്പന്നനാകണം ദൈവം എന്തിനാ ആഗ്രഹിക്കുന്നത്? ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ലോകം കാണും, ദൈവത്തിന്റെ മഹത്വത്തെ കാണും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. 21-ാം അധ്യായം 1-ാം വാക്യം. അതിനുശേഷം യേശു പിന്നെയും തിബരിയാസ് കടൽക്കരയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായത് ഈ വിധമായിരുന്നു. ഇങ്ങനെയാണ് വെളിപ്പെട്ടത്. ഓക്കെ, ഇവരൊരു പിന്മാറ്റത്തിലേക്ക് പോയ കാര്യം. ഹല്ലേലൂയ. കൂടെ നടന്നപ്പോൾ വലിയ അത്ഭുതം അടയാളമൊക്കെ കണ്ടു. ഇപ്പൊ യേശു സ്വർഗാരോഹണം ചെയ്തു.
ഇനി അവർക്കൊരു കാര്യം മനസ്സിലായി, മാസ്റ്റർ ഇസ് ഗോയിങ് ടു റിസ്ട്രക്ട് അല്ലേ, അവരുടെ യജമാനൻ ഉയർത്തെഴുന്നേൽക്കാൻ പോവുക, ഇനി ആരും ഇല്ലായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള തെറ്റായ ചിന്ത അവരുടെ അകത്ത് വന്നു. ഇനി ആര് നമുക്ക് വേണ്ടി കരുതും, ഇനി എങ്ങനെ നമ്മൾ അത്ഭുതം കാണും, ഇന്ന് എങ്ങനെ ഞങ്ങൾ ഉപജീവനം നടത്തും, ഇങ്ങനെയുള്ള ഒരു ഭാരം ഉള്ളിലേക്ക് വന്നു. ഇന്ന് ആരെങ്കിലും എന്തെങ്കിലും ഭാരത്താൽ ഇരിപ്പുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, പ്രൈസ് ഗോഡ്, നിന്റെ ഭാരങ്ങളെ മാറ്റുവാൻ യേശു കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. വലിയൊരു ഭാരം ഇവരുടെ ഉള്ളിൽ വരികയും ഇവര് ഉപേക്ഷിച്ച പടകവും വലയൊക്കെ തിരിച്ചെടുത്ത് വീണ്ടും പഴയ ജോലിയിലേക്ക്, പഴയ തൊഴിലിലേക്ക്, പഴയ മീൻപിടുത്തത്തിലേക്ക് അവർ പോയി. മീൻപിടുത്തത്തിലേക്ക് പോയി രാത്രി മൊത്തം അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. വീണ്ടും എന്തില്ല, ഒന്നും കിട്ടിയില്ല. താങ്കളുടെ വാക്യം വായിച്ചു, 4-ാം വാക്യം. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. പുലർച്ചയ്ക്ക് യേശു കരയിൽ നിന്നിരുന്നു. യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല. ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല യേശു ആണെന്ന്. അല്പം ദൂരെ ആയിരിക്കാം, അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശു അവരോട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ. പടകിന്റെ വലത്തുഭാഗത്ത്, പടകിന്റെ വലത്തുഭാഗത്ത് വല വീശുവീൻ. നേരത്തെ പറഞ്ഞ ആഴത്തിലേക്ക് വലയിറക്ക്, ഇപ്പം പറഞ്ഞ വലത്തുഭാഗത്ത് വല വീശുവീൻ. എന്നാൽ നിങ്ങൾക്ക് കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ വീശി, മീന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല. പെരുത്ത മീൻകൂട്ടം വീശി വല വലിക്കാൻ പറ്റുന്നില്ല. പെരുത്ത മീൻകൂട്ടം വലക്കകത്ത്. എന്താ പറഞ്ഞ? പെരുത്ത മീൻകൂട്ടം. അവർ അത്ഭുതപ്പെട്ടു. അടുത്ത ലൈൻ വായിച്ച വേഗത്തിൽ. യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട്, ഇനി ശ്രദ്ധിക്കണം, യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു. ഓ, ഇറ്റ് ഈസ് ദ ലോർഡ്. അത് കർത്താവാകുന്നു. എന്താണ് കർത്താവ് ആകുന്നു എന്ന് പറയാൻ കാരണം? ഇതുപോലൊരു പ്രോസ്പെരിറ്റി, ഇതുപോലൊരു സമൃദ്ധി, ഇതുപോലൊരു വർധനവ്, ഇതുപോലൊരു അനുഗ്രഹം തരുവാൻ യേശുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഏറ്റെടുക്കുന്നവരുടെ പടകൾ നിറയും, ഏറ്റെടുക്കുന്നവരുടെ നിലവാരങ്ങൾ മാറും. നിങ്ങളെ ദൈവ സമൃദ്ധിയായി അനുഗ്രഹിക്കും, നിങ്ങളെ ദൈവ സമ്പന്നതയിലേക്ക് കൊണ്ടുവരും. ദൈവം നിങ്ങളെ ഉയർത്തും, ദൈവം നിങ്ങളെ മാനിക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായില്ല? ഹല്ലേലൂയ. ഈ മീൻ വല വലിച്ചിട്ടുണ്ട്, വരുന്നില്ലെന്നേ. ഭയങ്കര മീന്റെ പെരുപ്പം. അപ്പൊ അവർ ചിന്തിക്കാൻ തുടങ്ങി. ചില വർഷങ്ങൾക്ക് മുന്നേ, 3.5 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ശാഖര ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പെരുത്ത മീൻകുട്ടം ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതന്ന് യേശു പടകിൽ വന്നപ്പോഴാണ്. വാ, അപ്പം മനസ്സിലായി യേശുവാ. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക മക്കളെ, യേശു അനുഗ്രഹത്തിനെതിരല്ല. യേശു നിന്റെ ജീവിതത്തിൽ വന്നാൽ അവിടെ ശാപം മാറും, നീ അനുഗ്രഹിക്കപ്പെടും, ശൂന്യത മാറും, സമൃദ്ധി ഉണ്ടാവും. ആമേൻ. നിന്റെ ജീവിതത്തിൽ സമൃദ്ധി നീ കാണുന്നില്ല, എന്റെ അർത്ഥം നീ ക്രിസ്തുവിനെ അറിയുന്നില്ല, നീ ക്രിസ്തുവിനെ അനുഭവിക്കുന്നില്ല. നീ ചർച്ചിൽ പോകുന്നുണ്ടാകാം, പ്രാർത്ഥനയ്ക്ക് പോകുന്നുണ്ടാകാം, ഏതെങ്കിലും സഭയുടെ അംഗമായിരിക്കാം, മെമ്പർഷിപ്പ് കാണാം, സ്നാനപ്പെട്ടിരിക്കാം, അന്യഭാഷ പറഞ്ഞിരിക്കാം. എന്നാൽ യേശുവിനെ നീ അറിഞ്ഞാൽ, ക്രിസ്തുവിനെ നീ അറിഞ്ഞാൽ, ക്രിസ്തുവിനെ നീ അറിഞ്ഞാൽ ഇറങ്ങിയതുപോലെ ഇരിക്കത്തില്ല. നിന്നെ എല്ലാ ഇടത്തും ദൈവം നിന്നെ അനുഗ്രഹിക്കും.